മുംബൈയിലെയും വിദേശത്തെയും അവളുടെ കമ്പനികളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഇതെല്ലാം. ഇവരൊക്കെ അവളുടെ ദുബായിലെ ബിസിനസ് പാർട്ട്നേഴ്സാ. നമ്മൾ വിചാരിച്ച ആളല്ല അവന്തി എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? നെല്ലിശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഷെയറുകളെല്ലാം എഴുതി വാങ്ങി സ്വന്തം പേരിൽ ഒരു കമ്പനി തുടങ്ങിയ ആൾ മാത്രമല്ല ഇന്ന് അവന്തിക. മുംബൈയിലും ഗൾഫിലും ഒക്കെ വളർന്ന് പടർന്ന് പന്തലിച്ചിടക്കുന്ന വലിയ ബിസിനസ് സാമ്രാജ്യമാണ് അവന്തിക അസോസിയേറ്റ്സ്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഒരുപാട് വളർന്നു അവന്തിക അല്ലേ? അതെ. ഏത് സമയത്തും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്കിടാനും ഫൈറ്റ് ചെയ്യാനും മുന്നിൽ നിൽക്കുന്നുണ്ട്. അവന്തിക ഒരു സാധാരണ ബിസിനസ്സുകാരിയാണെന്ന് ഞാനും തിരിതിരിച്ചു. പക്ഷേ ഇത് കളി വേറെയാണ്. വിദേശത്തെ വൻകിട ബിസിനസ് ഗ്രൂപ്പുകളുമായിട്ടുള്ള കൊളാബറേഷൻ, മറ്റു മേഖലയിലെ നിക്ഷേപങ്ങൾ, അങ്ങനെ ഒരുപാടുണ്ട് അവന്തിയുടെ രഹസ്യങ്ങൾ. അനധികൃതമായി സമ്പാദിച്ചിട്ടുള്ള സ്വത്തുക്കളും ആസ്തികളും മറ്റ് ബിനാമി ഇടപാടുകളും എല്ലാം വെളിച്ചത്ത് കൊണ്ടുവരണം രാജീവ്. അവളെ വെറുതെ വിടരുത്. സംസ്ഥാനത്തെ പോലീസിനോ ഇൻകം ടാക്സിനോ മാത്രമല്ല, ഇഡിക്കും അന്താരാഷ്ട്ര അന്വേഷണ ഏജൻസികൾ വരെ അന്വേഷിച്ചു ചെന്ന് കയറാനുള്ള എല്ലാ തെളിവുകളും ഇതിനകത്തുണ്ട്. ഇനി എന്ത് ചെയ്യാനാ രാജീവിന്റെ പ്ലാൻ? ഈ തെളിവുകൾ വെച്ച് നമ്മൾ അവന്തികയെ പൂട്ടും. എല്ലാ അന്വേഷണ ഏജൻസികൾക്കും ഈ ഡീറ്റെയിൽസ് നമ്മൾ കൈമാറും. പൊളിച്ചെടുക്കും അവളെ നമ്മള്. ഒരുപാട് ഉയർച്ച നിൽക്കുന്നോണ്ട് വീഴ്ചയുടെ ആഘാതവും അത്രയ്ക്ക് വലുതായിരിക്കും അല്ലേ? അതെ. ചെയ്തു കൂട്ടിയ പാവങ്ങളുടെയൊക്കെ ശിക്ഷ അനുഭവിക്കാതെ അവന്തികയെ രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ രാജീവ്? ഒരുപാട് നാളായി രാജീവിനോട് ഇക്കാര്യം ചോദിക്കണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കായിരുന്നു. അവന്തികയോട് രാജീവിന് ഇത്രയും പക തോന്നാൻ എന്താ കാരണം? വെറൊരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പോരാട്ടം മാത്രമാണോ ഇത്? അല്ല, അർച്ചന കണക്കൂട്ടിയ ശരിയാണ്. അവന്തിയോട് എനിക്ക് തീർത്താൽ തീരാത്ത പകയുണ്ട്.